നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മത്സ്യകൃഷി ദിനാചരണത്തിന്റെ ഭാഗമായി മികച്ച മത്സ്യ കർഷകരെ ആദരിക്കലും മത്സ്യകൃഷി സെമിനാറും സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപം നാലുംകൂടുന്ന കവലയിൽ 1 മാസം മുൻപ് മുറിച്ച വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ ഇതുവരെ എടുത്തുമാറ്റിയിട്ടില്ല. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പിന്നിലായി യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന തണൽ മരം ഉടൻ മുറിച്ചുമാറ്റുമെന്ന് ചെയർമാൻ കെ ദീപക് അറിയിച്ചു. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ ദീക്ഷ 2K25 സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും 12-ന് കാർഡ്സ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 10 ദേശീയ മത്സ്യകൃഷി ദിനാചരണത്തിന്റെ ഭാഗമായി മികച്ച മത്സ്യ കർഷകരെ ആദരിക്കലും മത്സ്യകൃഷി സെമിനാറും സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 10 ദേശീയ മത്സ്യകൃഷി ദിനാചരണത്തിന്റെ ഭാഗമായി മികച്ച മത്സ്യ കർഷകരെ ആദരിക്കലും മത്സ്യകൃഷി സെമിനാറും സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇനിയും പുതിയതായി തുടങ്ങുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കഴിവുകളെ നമുക്കറിയാം തൊഴിലുറപ്പ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തിക്കൊണ്ടാണേലും നമുക്ക് കുളം നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയും ഈ മത്സ്യബന്ധനത്തിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടും കൂടിയാണ് ഇങ്ങനെയുള്ള പരിപാടിയിൽ അവരെ ആദരിക്കുമ്പോഴാണ് പിന്നീടും പുതിയ തലമുറയും അതേപോലെ തന്നെ ഇനി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അവർക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യോഗം ഔചര്യമായി ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മത്സ്യ കർഷകരെ ആദരിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്ലോറി KA, ഡിവിഷൻ മെമ്പർമാരായ ബിന്ദു ഷാജി, നീതുമോൾ ഫ്രാൻസിസ്, EK അജിനാസ്, NK ബിജു, ട്രീസ ജോസ്, ലാലി ജോയ്, അന്നു അഗസ്റ്റിൻ, മാർട്ടിൻ ജോസഫ്, ജിജോ കഴിക്കിച്ചാലിൽ, A ജയൻ, ഫിഷറീസ് ഓഫീസർ കിരൺ ജോസ്, അക്വാകൾച്ചർ പ്രൊമോട്ടർ ജോളി വർക്കി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് നിയമം. കേരളത്തിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന രീതി പ്രാവർത്തികമായിട്ടുണ്ട്. ഇനി തൊടുപുഴ നഗരസഭയിൽ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന വേറിട്ട രീതി കാണുക. തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപം നാലുംകൂടുന്ന കവലയിൽ ഏതാനും വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ 1 മാസം മുൻപ് മുറിക്കുകയുണ്ടായി. ഈ ശിഖരങ്ങളെല്ലാം വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവ അവിടെ കിടന്ന് ജീർണിച്ച് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. നഗരസഭയാണോ പൊതുമരാമത്ത് വകുപ്പാണോ പുതിയ രീതി അവലംബിച്ചതെന്ന് അറിയില്ല. ആ കാഴ്ചയിലേക്ക്. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പിന്നിലായി യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന തണൽ മരം ഉടൻ മുറിച്ചുമാറ്റുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് അറിയിച്ചു. സമീപത്തെ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികളും ജീവനക്കാരും യാത്രക്കാരുമെല്ലാം ഇവിടെ നിന്നുമാണ് ബസ് കയറുന്നത്. ഈ സാഹചര്യത്തിൽ ഞായറാഴ്ച തന്നെ മരത്തിന്റെ അപകടാവസ്ഥ നീക്കി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് അറിയിച്ചു. തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പിന്നിലായി യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന തണൽമരം ഉടൻ മുറിച്ചു മാറ്റുമെന്ന് ചെയർമാൻ കെ ദീപക് അറിയിച്ചു. ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ഇത്.
കഴിഞ്ഞ ഭരണസമിതിയുടെ കാലം മുതൽ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. സമീപത്തെ വിവിധ കോളേജുകളിലെയും സ്കൂളുകളിലെയും ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികളും ജീവനക്കാരും യാത്രക്കാരുമെല്ലാം ഇവിടെ നിന്നുമാണ് ബസ് കയറുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ഞായറാഴ്ച തന്നെ മരത്തിന്റെ അപകടാവസ്ഥ നീക്കി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ ദീക്ഷ 2K25 സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പടി കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദാ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ PG ക്ലാസുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ദീക്ഷ 2K25 സംഘടിപ്പിച്ചു. കോട്ടപ്പടി കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദാ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ധാരാളം അവസരങ്ങൾ പഠനത്തിനു വേണ്ടി സൃഷ്ടിച്ചെടുക്കപ്പെട്ടത് ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഇവിടെ നൂതനമായ 3 കോഴ്സുകൾ PG പ്രോഗ്രാമായി നടത്തപ്പെടുകയാണ്. ഞാൻ പാർലമെന്റിൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്, രണ്ടാമത് വിജയിച്ചു വന്നതിന് ശേഷം. ഇന്നിപ്പോ വിദ്യാഭ്യാസ നയത്തിൽ വലിയ വ്യത്യാസമുണ്ടായിട്ട് ഞാൻ പ്രിൻസിപ്പലുമായി സംസാരിക്കുകയായി. അപ്പോൾ PGയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രീം ഇനി കാലക്രമേണ മറ്റൊരു തലത്തിലായിരിക്കും ഉണ്ടാവാൻ പോവുക. ഡിഗ്രി വിദ്യാഭ്യാസത്തോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായി പിന്നീട് റിസർച്ച് തലങ്ങളിലേക്ക് പോകാവുന്ന അവസരങ്ങൾ ഇപ്പോൾ ആയിരിക്കുകയാണ്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആഷ അജിൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ, കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദാ പള്ളി ട്രസ്റ്റി CM ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ജിൻസി P മാത്യൂസ്, IQAC കോർഡിനേറ്റർ ടിൻഡൂസ് കറിയ എന്നിവർ സംസാരിച്ചു. മാനേജർ സുനിൽ ജോസഫ് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ MN പ്രീതി നന്ദിയും പറഞ്ഞു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും 12-ന് വൈകിട്ട് 6:30-ന് കാർഡ്സ് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K ദീപക് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ക്ലബ്ബ് പ്രസിഡന്റ് ഷിബു C നായർ അധ്യക്ഷത വഹിക്കും. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരിക്കും. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡിന്റെ 2025-2026 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും 12-ന് വൈകിട്ട് 6:30-ന് കാർഡ്സ് ഹാളിൽ നടക്കും. ക്ലബ് പ്രസിഡന്റ് ഷിബു C നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രൊഫസർ സാംസൺ തോമസ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തും. തൊടുപുഴ നഗരസഭാ ചെയർമാൻ K ദീപക് മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2025-2026 വർഷത്തെ പ്രസിഡന്റായി ലയൺ ഷിബു C നായർ, സെക്രട്ടറിയായി ലയൺ ആനന്ദൻ, ട്രഷററായി ലയൺ അനിൽ S എന്നിവരും മറ്റ് ഭാരവാഹികളും സ്ഥാനമേൽക്കും. ഞങ്ങളുടെ രണ്ടാമത്തെ ഇൻസ്റ്റലേഷൻ സെറിമണി നടക്കുകയാണ്. അത് കാർഡ്സിൽ വെച്ച് 12-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6:30-ക്കാണ് കാർഡ്സ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. കുട്ടികളുടെ സ്കൂൾ ടൈമിലാണെങ്കിൽ കുട്ടികൾക്ക് ബാഗ് അല്ലെങ്കിൽ പഠനോപകരണങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം പല സ്കൂളുകളിലും എത്തിക്കാനും, ഇപ്പോഴാണെങ്കിലും മനോരമയുടെ ഒരു വായനക്കളരിയുടെ ഭാഗമായിട്ട് മണക്കാട് സ്കൂളിൽ ഒരു പ്രോഗ്രാം ചെയ്തു. ഒരുപാട് നിർത്തണ്ടായ രോഗികൾക്കും ഒക്കെ സഹായം ചെയ്യാൻ സാധിച്ചു. അതുപോലെ മെയ് ദിനത്തിൽ ഞങ്ങളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. അതിൽ ഒരു വയോധികയായ ഒരു വൃദ്ധയെ, അതായത് നല്ല പണിയെടുത്ത് നടന്നിരുന്ന ഒരാളാണ്, ആരോഗ്യപരമായി ക്ഷീണിച്ചപ്പോൾ മെയ് ദിനത്തിന് അവരെ ആദരിക്കുകയും അവർക്ക് കുറച്ച് ധനസഹായം എല്ലാം ചെയ്യാൻ സാധിച്ചു. ഒരുപിടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അടുത്ത വർഷം ഞങ്ങൾക്കൊരു ഹൗസിംഗ് പ്രൊജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു വീട് വെച്ച് നൽകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനുള്ള ആളുകളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 പറ്റുമെങ്കിൽ 2, കാരണം അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് പോകുന്നത്. അതുപോലെ കുറേ കൂടുതൽ മെമ്പേഴ്സിനെ ചേർക്കണം, അങ്ങനെയൊക്കെയുള്ള നല്ല ആഗ്രഹങ്ങളുമായിട്ട് ആണ് പോകുന്നത്. അതുപോലെ മെമ്പേഴ്സിനാണെങ്കിലും ഫാമിലി ടൂറ്, അല്ലാതെ ബാച്ചിലർ ട്രിപ്പ്, അങ്ങനെയുള്ള മെമ്പേഴ്സിനുള്ള കാര്യങ്ങളും പരമാവധി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത തവണ അതുപോലെ എല്ലാ വിധത്തിലും സമൂഹത്തിന് വേണ്ടി ഒരുപിടി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും ലയൺസിനെ കുറിച്ച് അറിഞ്ഞു വരുന്നുള്ളൂ. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷിബു C നായർ, ആനന്ദ് N, നിവേദ് K ശ്യാം, കൃഷ്ണകുമാർ PR, വിൻസെന്റ് ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലേഴ്സ് മീറ്റും ലഹരി വിരുദ്ധ ജ്വാല തെളിയിക്കലും തൊടുപുഴ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് കൗൺസിലേഴ്സ് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി PN ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇടുക്കി ജില്ലാ റെഡ് ക്രോസ് ചെയർമാൻ PS സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വിദ്യാഭ്യാസ ഉപജില്ലയിലെ ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലേഴ്സ് മീറ്റ് തൊടുപുഴ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൊടുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് കൗൺസിലേഴ്സ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഡയറ്റ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി PN ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് ലഹരി വിരുദ്ധ ജ്വാല തിരിതെളിയിച്ചു. ഇടുക്കി ജില്ലാ റെഡ് ക്രോസ് ചെയർമാൻ PS സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ജൂനിയർ റെഡ് ക്രോസ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ജോർജ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. JRC ജില്ലാ പ്രസിഡന്റ് ജെയിംസ് T മാളിയേക്കൽ, റെഡ് ക്രോസ് പ്രതിനിധി PS ഭോഗീന്ദ്രൻ, APJ അബ്ദുൽ കലാം സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജെനി വി രാഘവൻ, അടിമാലി ഉപജില്ലാ കോർഡിനേറ്റർ ജിജിമോൻ EK, IRDS തൊടുപുഴ താലൂക്ക് ചെയർമാൻ മനോജ് കോക്കാട്ട്, റെഡ് ക്രോസ് ജില്ലാ പ്രതിനിധി KM ജലാലുദ്ദീൻ, JRC ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ ജ്യോതി P നായർ, തൊടുപുഴ സബ് ജില്ലാ കോർഡിനേറ്റർ സുനിത മോഹൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കുഴിയിൽ ചാടി നടുവൊടിഞ്ഞ ജനം. തൊടുപുഴയിൽ അപകടം പതിയിരിക്കുന്ന റോഡിലെ കുഴികൾ വാഹന കാൽനട യാത്രക്കാർക്ക് ഒരുപോലെ ഭീഷണിയാകുന്നു. ഈ കുഴികളിലെല്ലാം മഴവെള്ളം നിറഞ്ഞു നിൽക്കുകയുമാണ്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാനും സാധ്യതയേറെയാണ്. വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണികൾക്ക് ശേഷം കൃത്യമായി കുഴി മൂടാത്തതും വലിയ കുഴികൾ രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പൊതുജനം ആവശ്യപ്പെട്ടു. തൊടുപുഴ നഗരസഭയിലും തൊടുപുഴയിലേക്ക് എത്തുന്ന പ്രധാന റോഡുകളുമെല്ലാം കുഴികളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഞാറുകുറ്റി, കുന്നം ഹബ്, കുറുമ്പാലമറ്റം, എലമ്പിലാക്കാട്ട് ദേവീക്ഷേത്രം, ആർച്ചിന് എതിർവശം, കരിമണ്ണൂർ ടൗൺ കുരിശുപള്ളി വളവ്, തൊടുപുഴ ടൗൺ ബൈപ്പാസ് റോഡുകൾ, കോലാനി ജംഗ്ഷൻ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മോർ ജംഗ്ഷൻ തുടങ്ങിയ എല്ലാ പ്രധാന റോഡുകളിലും കുഴികളാണ്. ഈ കുഴികളിലെല്ലാം മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്നത് മൂലം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. കൂടാതെ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണികൾക്ക് ശേഷം കൃത്യമായി കുഴി മൂടാത്തതും വലിയ കുഴികൾ രൂപപ്പെടുന്നതിനും കാരണമാകുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. ഒരു മാസമായിട്ട് പൈപ്പ് പൊട്ടിക്കിടന്നിട്ട് അവിടുന്ന് വന്ന് നന്നാക്കി അരയടി താഴ്ചയിലായി സാധനം വണ്ടി വരുമ്പോൾ വീണ്ടും പൊട്ടി, വീണ്ടും മാന്തി, വീണ്ടും ഒരു 2 പ്ലാസ്റ്റിക് റബ്ബറിൻ്റെ കഷ്ണം വെച്ച് അടുത്ത് അവർ പോയി. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിരവധി തവണ അവരോട് പറഞ്ഞാൽ രണ്ടുപേരും ഇവിടെ അപകടത്തിൽ പെട്ടതുകൊണ്ട് നാട്ടുകാരാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ കിടക്കുന്നത്. സമീപകാലത്ത് സ്വകാര്യ ടെലികോം കമ്പനിയുടെ കേബിൾ വർക്ക് നടന്നത് മൂലം റോഡുകളുടെ അരികെല്ലാം തകർന്ന നിലയിലുമാണ്. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെട്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. വഴുത്തല ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസും പാലക്കുഴ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ശാന്തിഗിരി കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഷിൻഡോ ജോസഫ് CMI ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. വഴുത്തല ശാന്തിഗിരി കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസും പാലക്കുഴ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ശാന്തിഗിരി കോളേജിൽ വെച്ച് പുതിയ സംരംഭകരെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയിൽ മില്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന് ഹാനികരമല്ലാത്ത 6ഓളം വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രാവീണ്യം നൽകി. ശാന്തിഗിരി കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഷിൻഡോ ജോസഫ് CMI ഉദ്ഘാടനം നിർവഹിച്ചു. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകനായ ജോയിസ് ജോൺ സ്വാഗത പ്രസംഗം നടത്തി. യൂറോടെക് മരിയൻ അക്കാദമിയിലെ മാസ്റ്റർ ഷെഫായ ജോഷി P വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. പാലക്കുഴ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളും യുവ സംരംഭകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വഴുത്തല. വണ്ണപ്പുറം SNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ അവബോധ രൂപീകരണ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിന്ധു D ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യനീതി വകുപ്പ് മാസ്റ്റർ ട്രെയിനർ അൻസാരി മുഹമ്മദ് ക്ലാസ് നയിച്ചു. ഈ പേപ്പർ കൊണ്ട് ആദ്യമായിട്ട് വള്ളം ഉണ്ടാക്കാൻ അറിയാം. വള്ളം അറിയാം.
ഇടമലയാർ വനത്തിനകത്ത് ദുർഘടമായ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പൊങ്ങൻചുവട് ആദിവാസി ഊരിന് സാന്ത്വനവുമായി കോഴിക്കോട് നിന്ന് IT പ്രൊഫഷണലുകൾ എത്തി. സാമൂഹ്യ സേവനത്തിൽ താല്പര്യമുള്ള IT പ്രൊഫഷണലുകൾ ചേർന്ന് രൂപീകരിച്ച സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരാണ് പഠന പിന്തുണയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ ഇടമലയാർ വനത്തിലെ ആദിവാസി മേഖലയിൽ എത്തിയത്. സന്ദർശനത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീപ്പിളിന്റെ സഹകരണത്തോടെ കുട്ടികൾക്കായി അഭിനയ പരിശീലന കളരിയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. തുടർന്ന് സ്കൂൾ ബാഗുകളും കുടയും പഠനോപകരണങ്ങളും മറ്റും വിതരണവും ചെയ്തു. ഇടമലയാർ വനത്തിനകത്ത് ദുർഘടമായ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പൊങ്ങൻചുവട് ആദിവാസി ഊരിന് സാന്ത്വനവുമായി കോഴിക്കോട് നിന്ന് IT പ്രൊഫഷണലുകൾ എത്തി. സാമൂഹ്യ സേവനത്തിൽ താൽപ്പര്യമുള്ള IT പ്രൊഫഷണലുകൾ ചേർന്ന് രൂപീകരിച്ച ഗീവ് ഹെസ് അലൈ ഫൗണ്ടേഷന്റെ സന്നദ്ധ പ്രവർത്തകരാണ് പഠന പിന്തുണയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ ഇടമലയാർ വന്നതിലെ ആദിവാസി മേഖലയിൽ എത്തിയത്. ഊരിലെ കുട്ടികൾക്കായി ഇവർ സംഘടിപ്പിച്ച അഭിനയ പരിശീലന കളരിയും വിവിധ കലാപരിപാടികളും ഊരുവാസികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി. പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീപ്പിളിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി നടത്തിയത്. പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഊരിലെ എല്ലാ കുട്ടികൾക്കും സ്കൂൾ ബാഗുകളും കുടയും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. 100 കുട്ടികൾക്ക് മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ ഗ്രന്ഥങ്ങളും വിതരണം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ അസീസ് കുന്നപ്പിള്ളി, ഫൗണ്ടേഷന്റെ പ്രതിനിധികളായ അനിൽ, സുനിൽ സന്തോഷ്, സരിത, സ്വാതി എന്നിവരോടൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ ദീപു AS, രാജേഷ് KR, ST പ്രൊമോട്ടർ സജി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഊരുമൂപ്പൻ ശേഖരൻ കുട്ടപ്പന് സംഘാംഗങ്ങൾ ഊഷ്മളമായ സ്വീകരണം നൽകി. വർഷങ്ങളായി പുറം ലോകവുമായി വലിയ ബന്ധമില്ലാതെ കഴിയുന്ന പൊങ്ങൻചുവട് ഊരിലെ ആദിവാസികൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ കടുത്ത പ്രതിസന്ധികളാണ് ഇപ്പോഴും നേരിടുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലും കൃഷിനാശങ്ങളിലും അതിജീവനം ഏറെ ക്ലേശകരമായ അവസ്ഥയിലാണ് ഊരുവാസികൾ. ഗ്രീൻ പീപ്പിളിന്റെ നേതൃത്വത്തിൽ ഊരിനു വേണ്ടി ഗ്രന്ഥശാല ഒരുക്കുന്ന പദ്ധതിയും നടപ്പാക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോടിക്കുളത്ത് റോഡരികിൽ വീപ്പയിൽ നിറഞ്ഞുകിടക്കുന്ന വെള്ളത്തിൽ കൊതുകിന്റെ കൂത്താടി നിറഞ്ഞുകിടക്കുന്നു. റോഡ് ടാറിങ്ങിന് ശേഷം റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന വീപ്പയിൽ വെള്ളം നിറഞ്ഞ് കൊതുക് പെരുകുന്നതായാണ് പരാതി. തൊടുപുഴ വണ്ണപ്പുറം റോഡരികിൽ കോടിക്കുളം പഞ്ചായത്തിന് തൊട്ടടുത്താണ് 2 ഇടങ്ങളിൽ വീപ്പകളിൽ വെള്ളം കെട്ടിനിന്ന് കൊതുക് വളരുന്നത്. കൊതുക് പരത്തുന്ന മലമ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ ജില്ലയിൽ പടരുന്നതായി ആരോഗ്യ വകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് ഇത്തരം അനാസ്ഥ തുടരുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 30 ലക്ഷം രൂപ ചെലവിൽ പണി കഴിപ്പിച്ച ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 30 ലക്ഷം രൂപ ചെലവിൽ പണി കഴിപ്പിച്ച ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു. പല സ്കൂളുകളിൽ ഒരുപാട് ടോയ്ലറ്റുകളുണ്ട്. പക്ഷേ അതെല്ലാം പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചിതറി ഒരുപാട് സ്ഥലങ്ങളിൽ ടോയ്ലറ്റുകളുണ്ട്. പക്ഷെ അതൊന്നും അത്ര ശാസ്ത്രീയമായി നിർമ്മിച്ചതൊന്നുമല്ലാത്ത, പക്ഷെ ഇവിടെ വളരെ ഭംഗിയായി ശാസ്ത്രീയമായി നിർമ്മിച്ച നല്ല സൗകര്യമുള്ള പെൺകുട്ടികളുടെ ടോയ്ലറ്റ് 10 ടോയ്ലറ്റ് ഉണ്ട്. അപ്പൊ അത്രയും നല്ല സൗകര്യം നിർമ്മിച്ച ടോയ്ലറ്റുകളുടെ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. ഇത് നമുക്ക് സാധ്യമാക്കിയത് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ കഠിനമായിട്ടുള്ളൊരു പരിശ്രമവും ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ശക്തമായി വാദിച്ച് ഫണ്ട് വാങ്ങിയെടുത്ത് അത് നിങ്ങളുടെ സ്കൂളിൽ നൽകിയിട്ടുള്ള ഇവരുടെ ഷാൻഡി ചേച്ചിയുടെ ഒരു ശക്തമായിട്ടുള്ള പിന്തുണയും സാന്നിധ്യം കൊണ്ടാണത് സാധ്യമായത്. ഇത് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ഈ രൂപത്തിൽ യാഥാർത്ഥ്യമായത് ഇവിടുത്തെ നമ്മുടെ പ്രിൻസിപ്പളും HMഉം PTA കമ്മിറ്റിയും ഉൾപ്പെടുന്ന സ്കൂളിന്റെ ചുമതലക്കാരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെജി ഷാനവാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ, PTA പ്രസിഡന്റ് ഹസീന ആസിഫ്, SMC ചെയർമാൻ നാസർ ഹമീദ്, മാതൃസംഘം ചെയർപേഴ്സൺ അനിമോൾ ജയരാജ്, സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് TB, ഹെഡ് മിസ്ട്രസ് സഫീന A, സ്റ്റാഫ് സെക്രട്ടറി ഗീതു G നായർ, അധ്യാപകരായ റഹ്മത്ത് PM, സബിത PE എന്നിവർ സംസാരിച്ചു. PTA SMC മാതൃസംഘം അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. 30 ലക്ഷം രൂപ ചെലവിൽ 2 ബ്ലോക്കുകളിലായി 25ഓളം കുട്ടികൾക്ക് ഒരേ സമയം ഉപയോഗിക്കുന്ന ശിശു സൗഹൃദ ടോയ്ലറ്റുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മത്സ്യകൃഷി ദിനാചരണത്തിന്റെ ഭാഗമായി മികച്ച മത്സ്യ കർഷകരെ ആദരിക്കലും
മത്സ്യകൃഷി സെമിനാറും സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപം നാലും കൂടുന്ന കവലയിൽ 1 മാസം മുൻപ് മുറിച്ച വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ ഇതുവരെ എടുത്തുമാറ്റിയിട്ടില്ല. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പിന്നിലായി യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന തണൽ മരം ഉടൻ മുറിച്ചുമാറ്റുമെന്ന് ചെയർമാൻ കെ ദീപക് അറിയിച്ചു. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ ദീക്ഷ 2K25 സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും 12-ന് കാർഡ്സ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.